കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ചെടി മുരിങ്ങയുടെ വിത്തുകൾ ആവശ്യപ്പെട്ട് കമൻറ്റിലൂടെയും ഫോണിലൂടെയും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ നല്ല ഇനം ചെടി മുരിങ്ങയുടെ വിത്തുകൾ PKM1 ഇനത്തിൽപ്പെട്ട മുരിങ്ങയുടെ വിത്തുകൾ തയ്യാറായത് കുറേ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ സീസണിൽ ഞാൻ ഇതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വിത്തുകൾ അയച്ചിരുന്നു. അവരിൽ പലരും ആ വിത്ത് പാകി വളർന്ന് മുരിങ്ങ ഉണ്ടായി നിൽക്കുന്നതിൻ്റെ ഫോട്ടോ അയച്ചിരുന്നു. എല്ലാവരോടും സന്തോഷം പങ്കുവെക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുരിങ്ങ വിത്തുകൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നടേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ഈ കാണുന്നതെല്ലാം ഇത്തവണ വിത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ച മുരിങ്ങയാണ്. ഇതുകൂടാതെ വേറെയും വിത്തുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. വിത്തുകളുടെ ഇടയിലുള്ള ചെറിയ വിത്തുകളും കേടുവന്ന വിത്തുകളൊക്കെ മാറ്റി നല്ല വിത്തുകൾ മാത്രം ഉണക്കി സൂക്ഷിച്ചതാണിത്. ഇതിൽ നിന്നും 4-5 വിത്തുകൾ എടുത്ത് ഞാൻ പാകി മുളപ്പിക്കാൻ പോവുകയാണ്. എല്ലാ മുരിങ്ങക്കായുടെ അകത്തും 10ഉം 15ഉം ഒക്കെ വിത്തുകൾ ഉണ്ടാകാറുണ്ട്. അതിൽ നിന്നും നല്ല വിത്തുകൾ മാത്രമേ മുളപ്പിക്കാൻ എടുക്കാവൂ. മുരിങ്ങക്കായുടെ 2 അറ്റത്തും കാണുന്ന വിത്തുകളും അതുപോലെ ചെറിയ ചെറിയ വിത്തുകളും പാകാനായി ഉപയോഗിക്കരുത്. നല്ല കരുത്തുള്ള വിത്തുകൾ മാത്രം നടാനായി ഉപയോഗിച്ചാൽ മതി. വിത്ത് ആവശ്യമുള്ളവർക്ക് സൗജന്യമായി ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാം. ഇന്ന് ഞാൻ മുളപ്പിക്കാൻ വേണ്ടി 5 വിത്തുകളാണ് എടുക്കുന്നത്. എടുക്കുന്ന വിത്തുകൾ 10-12 മണിക്കൂർ നേരം സാധാരണ വെള്ളത്തിലോ അതല്ലെങ്കിൽ സ്യൂഡോമോണസ് കലക്കി വെള്ളത്തിലോ ഇട്ട് വെക്കണം. ഈ വിത്തുകൾ, അതായത് PK1 ഇനത്തിൽപ്പെട്ട വിത്തുകൾ വിത്ത് മുളച്ച് ഏകദേശം 6 മാസം ആകുമ്പോഴേക്കും ആദ്യ വിളവ് നമുക്ക് നടത്താൻ പറ്റും. ഈ ഇനം കായകൾക്ക് നല്ല നീളവും ഏകദേശം 65-70 സെൻറ്റിമീറ്റർ നീളവും നല്ല വണ്ണവും ഉണ്ടാകാറുണ്ട്. ഒരു കായ്ക്ക് ഏകദേശം 150 ഗ്രാം വരെ തൂക്കവും ഉണ്ടാവും. മാത്രമല്ല നല്ല പച്ചപ്പായിരിക്കും കായ്കൾക്കെല്ലാം. വെള്ളത്തിലിട്ട് വെച്ച വിത്തുകൾ ഇപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞു കാണും. ഇനി വെള്ളത്തിൽ നിന്നും വിത്തുകൾ എടുത്തു വെക്കാം. ഇനി പാകുന്ന രീതി കൂടി പറയാം. ഞാനിവിടെ വിത്ത് മുളപ്പിക്കുന്നത് ചെറിയ ഗ്ലാസ്സുകളിലാണ്. നിങ്ങളുടെ സൗകര്യപ്രകാരം ട്രേകളിലോ ഗ്രോ ബാഗിലോ എവിടെ വേണമെങ്കിലും പാകാവുന്നതാണ്. ഗ്ലാസ്സിൽ നിറച്ചിരിക്കുന്നത് പോട്ടി മിക്സാണ്. പോട്ടി മിക്സ് ഞാൻ മുമ്പ് തയ്യാറാക്കി വെച്ചത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും ഗ്ലാസിൻ്റെ 1/4 ഭാഗം പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്. വിത്തുകൾ പാകുമ്പോൾ വല്ലാതെ ആഴത്തിലൊന്നും നടരുത്. കൈവിരൽ കൊണ്ട് ഇതേപോലെ ഏകദേശം 1 ഇഞ്ച് ആഴത്തിൽ താഴ്ചയുണ്ടാക്കി അതിൽ പാകിയാൽ മതി. വിത്തുകൾ കൂടുതൽ താഴ്ന്നു പോയാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ആഴ്ചയിൽ 2-3 തവണ വീതം ചെറുതായി വെള്ളം ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. വെള്ളം കൂടിയാൽ വിത്തുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയേറെയാണ്. അതുപോലെ വിത്തുകൾ ഉറുമ്പുകൾ കയറി നശിപ്പിക്കാതിരിക്കാനും നമ്മൾ സൂക്ഷിക്കണം. വിത്തുകൾ സാധാരണ 7 മുതൽ 15 ദിവസമാകുമ്പോൾ എല്ലാ തൈകളും മുളച്ചു വരും. ഈ കാണുന്നത് മുളച്ച് ഒരു 15 ദിവസം പ്രായമായ തൈകളാണ്. വിത്തുകൾ ഒരുമിച്ച് നട്ടതാണെങ്കിലും മുളച്ചു വന്നത് പല ദിവസങ്ങളിലായിട്ടാണ്. അതുകൊണ്ട് 5 തൈകളും വലുപ്പത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആദ്യം മുളച്ച തൈയാണ് വലുപ്പത്തിൽ കാണുന്നത്. മറ്റെല്ലാം അതിനുശേഷം മുളച്ച തൈകളാണ്. ഇപ്പോൾ ഇതെല്ലാം മാറ്റി നടാനുള്ള സമയമായി. നിലത്തോ അല്ലെങ്കിൽ ഡ്രമ്മുകളിലോ ഒക്കെയായി നടാവുന്നതാണ്. എവിടെ നടുകയാണെങ്കിലും ഏറ്റവും നല്ല പോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം മുരിങ്ങയുടെ തൈ നടാനായിട്ട്. എന്നിട്ട് 1 മീറ്റർ വീതിയും ആഴവുമുള്ള കുഴിയെടുത്ത് അതിൽ കാലിവളം, സ്വല്പം മണൽ, ചകിരിച്ചോറ്, മണ്ണ് ഇവയെല്ലാം സമാസമം നിറക്കണം. സ്വല്പം വേപ്പൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടി കൂടി ചേർത്ത് കൊടുക്കുകയും വേണം. മണ്ണ് ചേർക്കുമ്പോൾ മണ്ണ് കുമ്മായം ഇട്ട് വെയിൽ കൊള്ളിച്ച മണ്ണെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇലകളെല്ലാം മഞ്ഞളിച്ച് പോകുന്ന രോഗവും വേര് ചീയൽ രോഗവും പിടിപെടാൻ സാധ്യതയേറെയാണ്. തൈകൾക്ക് വെള്ളമൊഴിക്കുമ്പോൾ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ചെടി വളർന്ന് ഏകദേശം 1 മീറ്റർ ഉയരമാകുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നുള്ളിക്കളയുന്നത്, പ്രൂണിങ് ചെയ്യുന്നത് വശങ്ങളിലേക്ക് കൂടുതൽ ശാഖകൾ വളരാനും ഉയരം കുറഞ്ഞ് പന്തലിച്ച് വളരാനും സഹായിക്കും. മുരിങ്ങയിൽ കാണാറുള്ള പുഴുക്കളെയും മറ്റ് കീടങ്ങളെയും നിയന്ത്രിക്കാൻ ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം തളിക്കുന്നത് ഗുണകരമാണ്. നല്ല രീതിയിൽ പരിചരിച്ച് നല്ല രീതിയിൽ വളപ്രയോഗം നടത്തിയാൽ 6-ാം മാസത്തിൽ തന്നെ കൈ എത്തും ദൂരത്തുനിന്ന് നമുക്ക് മുരിങ്ങ വിളവെടുപ്പ് നടത്താൻ പറ്റും. മുരിങ്ങ ചെടിക്ക് നനച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു നന മാത്രമേ അതിനാവശ്യമുള്ളൂ. മുരിങ്ങ പൂവിടാൻ തുടങ്ങിയാൽ പിന്നെ നനക്കുന്നത് പേരിന് മാത്രമായിരിക്കണം. മണ്ണിൽ ചെറിയൊരു ഈർപ്പം വേണമെന്ന് മാത്രം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അമിതമായി നനച്ചു കഴിഞ്ഞാൽ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും.
ചെടിയുടെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകളോ പുല്ലുകളോ ഉപയോഗിച്ച് പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ഇനി പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. നിങ്ങൾക്ക് ഹൈബ്രിഡ് ഇനം PKM1 ഇനത്തിൽപ്പെട്ട ചെടിമുരിങ്ങയുടെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. സ്വന്തം മേൽവിലാസം എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു പോസ്റ്റൽ കവർ എനിക്ക് അയച്ചു തന്നാൽ മാത്രം മതി. ഞാൻ അതിൽ വിത്തുകളിട്ട് തിരിച്ചയച്ചു തരുന്നതായിരിക്കും. ഞാനിവിടെ കാണിച്ച വിത്തുകളെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ആദ്യം ആവശ്യപ്പെടുന്നവർക്ക് വിത്ത് കഴിയുന്നതുവരെ ഞാൻ നൽകും. അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്വന്തം അഡ്രസ്സ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച പോസ്റ്റൽ കവർ അയച്ചു തരൂ. ഈ വർഷത്തെ മുരിങ്ങ വിത്തുകൾ മിക്കവാറും ഇതോടെ അവസാനിക്കും. സീസൺ കഴിയാറായില്ലേ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.